ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്കറിയാം കുറേ നാളായി വീഡിയോസ് ചെയ്തിട്ട് ഞാൻ എവിടെ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആകെ 200 സബ്സ്ക്രൈബേഴ്സ് എന്തേ ഉള്ളൂ, 200-300 സബ്സ്ക്രൈബേഴ്സ് എന്തേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജോബൊക്കെ കിട്ടിയതായിരുന്നില്ല എൻ്റെ ലാസ്റ്റ് വീഡിയോ. അതിനുശേഷം കുറച്ച് തിരക്കായിപ്പോയി. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. ഇന്ന് ഞാൻ കുറച്ച് ചിക്കൻ കറിയും നെയ്ച്ചോറും ഉണ്ടാക്കുകയാണ്. സോ ഐ തോട്ട് ഐ ഡു എ വീഡിയോ അബൌട്ട് ഇറ്റ് ബിക്കോസ് എനിക്കിപ്പോൾ കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയായി തുടങ്ങി. അപ്പോൾ ആ ഒരു മടി മാറ്റാനായിട്ട്, എന്നാൽ എനിക്ക് വ്ളോഗിങ് ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് കോണ്ടൻറ്റ് ഇല്ലാണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഡെയിലി കുക്ക് ചെയ്യണതിടാം. സോ ദാറ്റ് എനിക്ക് കുക്ക് ചെയ്യാനും ഒരു പ്രചോദനം ഉണ്ടാവും, ഒരു ഉന്മേഷം ഉണ്ടാവും. മീൻ ടൈം എനിക്ക് നിങ്ങളെ കാണാം, നിങ്ങൾക്ക് എന്നെ കാണാം. സോ ഞാനിപ്പോൾ 1 കിലോ ചിക്കൻ എടുത്ത് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിൻ്റെ സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ ഓയിൽ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സവാള ഇട്ടാണ്. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ബൈ ദ വേ യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്. രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നത് തന്നെ മിസൈലിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ടാണ്. ഇപ്പോൾ അതുകൊണ്ട് എൻ്റെ ഓഫീസ് 1 വീക്കിലേക്ക് ഷട്ട് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ വർക്ക് കുറച്ചൊക്കെ ഉള്ളൂ. കാരണം നമുക്കിപ്പോൾ ഇൻ്റർവ്യൂസ്, ഞാനൊരു റിക്രൂട്ടറാണല്ലോ. അപ്പോൾ എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ആൾക്കാരുടെ ഇൻ്റർവ്യൂസ് ഇടാനും സോഴ്സ് ചെയ്യാനും ഔട്ട്റീച്ച് ചെയ്യാനും ആൾക്കാരൊക്കെ ഏത് മാനസിക സ്ഥിതിയിലാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടെല്ലാം ഹോൾഡ് ചെയ്തിട്ടാണ്. അപ്പം ഞാനിപ്പോൾ സവാളയും 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് എണ്ണയിലേക്ക്. വാട്ടാത്തെ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. പച്ചമുളക് നിലത്ത് വീഴുമെന്നൊരു സംശയം എൻ്റെ. അപ്പോൾ അങ്ങനെ ജോബ് ഒന്ന് 1 വീക്കിലേക്ക് നമ്മുടെ കമ്പനി ഒന്ന് ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഹയറിങ്ങൊക്കെ ഞങ്ങളോടൊക്കെ ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെ സന്തോഷമായിട്ടിരിക്കൂ. അതിപ്പോൾ എല്ലാവരും ഒരു എന്താ നടക്കണേ, നമ്മൾ സേഫാണ്, UAE അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ബട്ട് സ്റ്റിൽ ഇതിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ ഓരോ മിസൈലിൻ്റെ ഇൻ്റർസെപ്ഷൻ, അതായത് ആ മിസൈൽ ഇവിടെ ഇടിയാണ്ടിരിക്കാൻ വേണ്ടി UAE അത് പ്രതിരോധിക്കാനായിട്ടൊരു ഇൻ്റർസെപ്ഷൻ നടക്കും. ഇതൊക്കെ ആകാശത്ത് വെച്ച് നടക്കും. എന്തെങ്കിലും പീസ് ഡെബ്രിസ് നിലത്തേക്ക്, അതായത് അതിൻ്റെ പീസ് എന്തെങ്കിലും നിലത്തേക്ക് വീഴുകയാണെങ്കിൽ അത് കാരണം ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളൂ. അല്ലാണ്ട് വലിയ രീതിയിൽ ഇപ്പോൾ പ്രോബ്ലംസ് ഒന്നുമില്ല. ദിസ് തിങ് ഇസ്, ഈ ഒരു സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആകെ ഒരു ടെൻഷനാവും. പിന്നെ ന്യൂസ് കാണുമ്പോൾ ഇപ്പോൾ ഫാം ജുമേറയിൽ എന്തോ വീണു, പിന്നെ ഏതോ ബുർജ് അൽ അറബോ അവിടെ എവിടെയോ എന്തോ വീണു, അങ്ങനെ ആ ഒരു സംഭവം കേൾക്കുമ്പോൾ ഒരു ടെൻഷൻ അത്രേ ഉള്ളൂ. ബട്ട് സ്റ്റേ സേഫ്. വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ജോബ് വർക്ക് കുറച്ച് സോർട്ട് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ കുക്കിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന്. അപ്പം നമ്മുടെ സവാള ഇവിടെ വഴണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ഷോ യു ഗൈസ്. ഹോപ്പ് യു ക്യാൻ സീ. ഞാനൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ സവാള ഒന്ന് വഴണ്ട് വരട്ടെ. ഓക്കെ, ഇതിലേക്ക് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഞാനൊരു 1 സ്പൂണാണ് ഇടുന്നത്. ഇഞ്ചി അതിൻ്റെ ഒരു 1.5 സ്പൂൺ ഇടാം. 2 സ്പൂൺ ഇടുന്നതാണ് നല്ലത്. പക്ഷേ എനിക്ക് എൻ്റെ എത്ര കുത്തൽ വേണ്ട. അതുകൊണ്ട് സവാള 4 എണ്ണം മീഡിയം സൈസുള്ളത് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 2-3 എണ്ണം അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇതാക്കാം, ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നന്നായിട്ട് സോട്ടാവട്ടെ. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്താൽ കുറച്ച് പെട്ടെന്ന് സവാള സോട്ടാവുന്നതാണ്. വെപ്പ് എന്നാണൊരു പഴമൊഴിയല്ല.
ഓക്കെ, ലെറ്റ് മീ ഷോ യു ഗൈസ് ദിസ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഓൾറെഡി കുറച്ച് ചിക്കൻ അല്ല, സവാള ഇവിടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ കുറച്ച് പൊടികൾ ഇടാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഫസ്റ്റ് ഇടാം. സിമ്മാക്കി വെച്ചിട്ടാണ് ഇടുന്നത്, അല്ലെങ്കിൽ എപ്പോഴേക്കും അത് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ മാറി, ഗോൾഡൻ ബ്രൗൺ മാറി ബ്ലാക്ക് കളറാവും. അപ്പോൾ കുറച്ച് ഇത് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് മല്ലിപ്പൊടി ഇടുക, ആൻഡ് കുറച്ച് മുളക് പൊടി ഇടുക. എല്ലാം ഓരോ സ്പൂണൊക്കെ വെച്ചാണ് ഇടുന്നത്. അതിനുശേഷം കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇടാം. അതിൻ്റെ ഇടയിൽ US-കാരോടൊക്കെ തിരിച്ചു വരാനായിട്ട് അവർ അലേർട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയണത്. US-കാരോടും പറഞ്ഞു, ഓസ്ട്രേലിയൻ സിറ്റിസൺസിനോടും ഇവർ പറയുന്നുണ്ട് ഈ മിഡിൽ ഈസ്റ്റിലെങ്ങാനും ഉണ്ടെങ്കിൽ തിരിച്ചു വരാനായിട്ട്. വിച്ച് മീൻസ് സംതിങ് ഫിഷി എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് യാ, ഇവിടത്തേക്ക് ഞാൻ കുറച്ച് അരി, കടല, പയറ്, പരിപ്പ് എല്ലാം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അഥവാ എന്തെങ്കിലും ഷട്ട് ഡൗണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിലും. ഇപ്പൊ വൈബ്രേറ്റ് ചെയ്തോ ഡുംന്ന്? ഇതാണ് ഗൈസ് സിറ്റുവേഷൻ. ഞാൻ ആലോചിക്കാം, നമ്മുടെ ജനറേഷൻ്റെ ഒരു അവസ്ഥയല്ല, ഒരു നമ്മൾ എന്തൊക്കെ കണ്ടു. ലൈക്ക് കോവിഡ് എന്ന് പറഞ്ഞൊരു മഹാമാരി, എങ്ങനെ നമുക്കിങ്ങനെ ഷട്ട് ഡൗൺ ആവും, ഈ വർക്ക് ഫ്രം ഹോം, ഓൺലൈൻ സംഭവങ്ങളൊക്കെ എല്ലാം നമുക്ക് എവിടെയും ഫിസിക്കലി പോവാണ്ടൊക്കെ എങ്ങനെ അങ്ങനെ ഒരു വലിയൊരു എറയല്ല ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് നമ്മളെത്തി. അപ്പം അതാ യുദ്ധം. ഇപ്പം ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ എനിക്കിത് വിറ്റ്നസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബട്ട് ഇവിടെ ആയതുകൊണ്ട് ഇനി ഞാൻ ഭാവിയിൽ നെക്സ്റ്റ് ജനറേഷൻ ആൾക്കാരെ എങ്ങാനും ഞാൻ കാണാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പറയും, ഓ ഞാൻ ഇതൊക്കെ ഇതിൽ കൂടെയൊക്കെ ഞാൻ അതിജീവിച്ച് ഒരിതാണ് എന്നൊക്കെ രീതിയിൽ പറയാം. പണ്ട് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മളൊക്കെ കഷ്ടപ്പെട്ട് നടന്ന് സ്കൂളിൽ പോയതാന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ട് നമ്മൾ വന്നതാണെന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ലെറ്റ് മീ ഷോ യു ഗൈസ്. സോ ഇങ്ങനെയാണ് ഇപ്പോൾ വന്നത്തേക്കണത്. ബ്രൗൺ കളർ ഇതിലേക്ക് നമ്മൾ പൊടികളെല്ലാം ഇട്ടിട്ട് ഈ ഒരു ഇതിലായിട്ടുണ്ട്. എനിക്കറിയില്ല എങ്ങനെ ആൾക്കാർ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ചട്ടതും വെച്ച് ഇളക്കണേന്ന്. എനിവേ, ലെറ്റ്സ് ഫിഗർ ദിസ് ഔട്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ കഴുകി വെച്ച ചിക്കൻ ഇടാണ്. ആക്ച്വലി തക്കാളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ഇടാം. എനിക്കിവിടെ തക്കാളി ഇല്ല ഒന്ന്. ഇനി ഞാൻ കുറച്ച് ചിക്കൻ ചുക്ക പോലെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാനൊന്നും ഇട്ടിട്ടില്ല. വേണമെങ്കിൽ കേട് ഇടാൻ തോന്നും, അറിയില്ല. ഞാനിപ്പോൾ എന്തായാലും ഇങ്ങനെ ഇട്ടിട്ട് ഇടയിലിടയിൽ എന്തെങ്കിലുമൊക്കെ ഇംപ്രവൈസ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഇംപ്രവൈസ് ചെയ്യും. ഇത് മൊത്തം ഉണ്ടാക്കണമെന്ന് ഞാൻ ഇപ്പം വിചാരിക്കണം. ചിക്കൻ മൊത്തം മൂന്നാല് പീസ് ഞാൻ വറുക്കാനും കൂടി മാറ്റി വയ്ക്കാം. ഇത് ചിക്കൻ ഇട്ടു. എന്ത് പറയുന്നു നിങ്ങൾ? ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ കമൻറ്റ് ചെയ്യൂ ഞാനിങ്ങനെ കുക്കിംഗ് വ്ളോഗ് ഇടണമെന്ന്. കാരണം എനിക്ക് വേറെ ആലോചിച്ചിട്ട് എന്താണ്, ഞാനൊരു എൻജോയ് ചെയ്യുന്നൊരു സംഭവം. ബട്ട് ഇൻ ദ സെയിം ടൈം ഇതെൻ്റെ ഒരു ഡെയിലി നമ്മൾ ചെയ്യണ്ടല്ലോ. ഡെയിലി കുളിക്കണ പോലെ അല്ലെങ്കിൽ ഡെയിലി ഉറങ്ങി എഴുന്നേൽക്കുന്ന പോലെ തന്നെ ഡെയിലി നമുക്ക്
ഇന്നവിറ്റബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഫുഡ് പ്രിപ്പറേഷൻ. വേണമെങ്കിൽ നമുക്ക് മെയ്ഡിനെ വെക്കാം അല്ലെങ്കിൽ മീൽ പ്ലാൻ ചെയ്യാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ബട്ട് സ്റ്റിൽ എനിക്ക് അതിലൊരു തൃപ്തി വരുന്നില്ല, ഒരു സന്തോഷം വരുമോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ട്. പക്ഷേ ഉപ്പുണ്ടോ നോക്കട്ടെ. ഇടാം, ആർക്ക് വേണ്ടി എനിക്കല്ലേ. ഓക്കെ, ഇതെല്ലാം കൂടി ഞാൻ ഇട്ട് ഇവിടെ അടച്ച് വെക്കാൻ പോവാണ്. സിമ്മിലിരുന്ന് ഇതാവട്ടെ. എന്തായാലും അടപ്പ് വെച്ച് അടയ്ക്കാം. മീൻ വൈൽ നെക്സ്റ്റ് കുക്കറിൽ ഞാൻ ഗീ റൈസും കൂടി ഉണ്ടാക്കാൻ പോവാണ്. ആക്ച്വലി ഇതൊക്കെ ഈസിയാണ് കേട്ടോ, ഫുഡ് ഉണ്ടാക്കൽ വലിയ പാടൊന്നുമില്ല. പക്ഷെ എനിക്ക് ആ ഒരു മനസ്സ് എപ്പോഴും നല്ല മൂഡിലായിരിക്കില്ല. മൂഡില്ലായ്മ എന്താന്ന് വെച്ചാൽ എനിക്ക് വൈറ്റമിൻ്റെ കുറച്ച് ഡെഫിഷ്യൻസി ഉണ്ട്. ഞാൻ ഇവിടെ സവാളയും കൂടി അരിയാണ് ഗൈസ്. വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്, അതുകൊണ്ട് ഇടയ്ക്കൊരു വൈബില്ലായ്മയുണ്ട്. ഈ ഒരു ആംഗിളിൽ എന്നെ കാണാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ നെയ്ച്ചോറ് കുക്കറിൽ ഉണ്ടാക്കാൻ പോവാണ്. മീൻവൈൽ നമ്മുടെ ചിക്കൻ അടുപ്പത്തെ സിമ്മിലിരുന്ന് ആവുമ്പോഴേക്കും. നെയ്ച്ചോറ് ഭയങ്കര ഈസി ആയിട്ടൊരു സംഭവം കേട്ടോ. കുക്കർ ചൂടാവട്ടെ. കുക്കർ ചൂടായതിന് ശേഷം ഗീ എടുക്കുക. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ ഗീ തപ്പാണ് ഇവിടെ. അയ്യോ സോറി ഗായ്സ്, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യാം. സോ വെള്ളം പോവാൻ വേണ്ടി, കുക്കറിൽ നിന്ന് വെള്ളം പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാൻ. വെള്ളം പോയതിന് ശേഷം ഞാൻ നെയ്യ് ഒഴിക്കും. നെയ്യ് ഒരു വലിയ സ്പൂൺ നിറച്ച് ഞാൻ ഒഴിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാത്തിനും ഒരു കണക്കൊന്നുമില്ല. ഞാനിങ്ങനെ ഏകദേശം ഇങ്ങനെ ഒരു കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ, അല്ലാണ്ട് ഇങ്ങനെ എല്ലാം അളന്ന് തൂക്കി അങ്ങനെ ചെയ്യണൊരു, അങ്ങനെ കുക്ക് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. എന്തായാലും ഇടയ്ക്ക് ഈ ചിക്കനും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ചിക്കനിന് കുറച്ച് വെള്ളമൊക്കെ ആവട്ടെ. സോയ ഓക്കെ, ഗീ ചൂടായതിന് ശേഷം അധികം ചൂടാവണതിന് മുന്നേ തന്നെ ഈ സാധനങ്ങൾ, കറുവപ്പട്ട, ഗ്രാമ്പൂ സാധനങ്ങൾ ഇടാം. സോറി, എൻ്റെ അമ്മായിമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ ഒന്ന് എടുത്തോട്ടെ. ഇടയിൽ എനിക്ക് കോള് വന്നുകൊണ്ട് കുറച്ചെടുക്കുകയാണെങ്കിൽ, അപ്പം ഞാൻ കുക്കറിൽ നെയ്യ് ചൂടായപ്പോൾ തന്നെ കുറച്ച് സവാളയും ക്യാരറ്റും, അല്ല ഫസ്റ്റ് നെയ്യ് ചൂടായപ്പോൾ മറ്റേ ഗരം മസാലേൻ്റെ അങ്ങനെ പീസ് സാധനങ്ങളില്ലേ, കറുവപ്പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, ജീരകം, അതൊക്കെ ഇട്ടു. അതൊന്ന് ചൂടാക്കിയതിന് ശേഷം സവാളയും ക്യാരറ്റും ഒന്ന് സോട്ട് ചെയ്തു. അതിന് ശേഷം അരിയും ഇട്ടൊന്ന് അത് വറുത്തെടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ചു. പിന്നെ ഒരു 3-4 വിസിലിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ കുടുകുടാ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ട എന്താ പറയുക, സ്റ്റീം വന്ന്, ആവി വന്നു. വരട്ടിയെടുക്കണോ കുറച്ച് വെള്ളം വേണോ അറിയില്ല, നോക്കട്ടെ കേട്ടോ. അതാണ് ഇപ്പൊ ഇന്നത്തെ ലഞ്ച് വിശേഷങ്ങള്. അതാ സൂപ്പർ നെയ്ച്ചോറും ചിക്കൻ കറിയും വിത്തിൻ ഒരു ½ an hour നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആക്ച്വലി നെയ്ച്ചോർ ഈസ് ദ ഈസിയസ്റ്റ് ഫുഡ്, നമുക്ക് ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. ആൻഡ് ചിക്കൻ കറി ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നല്ലേ. എൻ്റെ ഫസ്റ്റ് ബൈറ്റ് എടുക്കട്ടെ, നല്ല ചൂടാണ്. ഞാൻ ആദ്യം പിന്നെ ടേസ്റ്റ് നോക്കുമ്പോൾ നാവ് പൊള്ളുക ചെയ്യുന്നത്. ഗ്രേവി ഇടാം, കുറച്ച് ചിക്കൻ പീസ് ഇടാം, കുറച്ച് ചോറ് എടുക്കാം.
കഴിക്കും. ആഹാ, ഈതച്ചിറേനൊക്കെ ഉണ്ടാക്കണ ഒരു ചിക്കൻ കറീൻ്റെ ടേസ്റ്റ് കേട്ടോ. നല്ലൊരു സിമ്പിൾ ബട്ട് ഹംബിൾ. ഇഷ്ടമായി എനിക്ക്. ചൂടാ. സൂപ്പറായിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെയ്ച്ചോറും ചിക്കൻ കറി ഇസ് വെരി സിമ്പിൾ. ആൻഡ് ഞാൻ ഇനി ഇങ്ങനത്തെ ഫുഡ് വീഡിയോസ് ഇറക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ഞാൻ അതിനെപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ഇടാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. യമ്മി എന്നല്ല, യമ്മി. ഓ യമ്മി ചൂട്.